നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും ഭാവി എന്തായിരിക്കുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രവചനങ്ങളെക്കുറിച്ച് ആളുകൾക്ക് എപ്പോഴും ജിജ്ഞാസയുമുണ്ട്. എന്നാൽ പ്രശസ്ത ബൾഗേറിയൻ ദൃഷ്ടാന്തനായ ബാബ വാങ്ക 2026 നടത്തിയ പ്രവചനങ്ങൾ ഭയാനകമാണ്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പലപ്പോഴും സത്യമാകുമെന്ന് പറയാറുമുണ്ട്. അതിനാൽ രക്തരൂക്ഷിതമായതോ അക്രമാസക്തമായതോ ആയ ഒരു ഭാവി അവർ പ്രവചിച്ചാൽ അത് ലോകം ഗൗരവമായി തന്നെ എടുക്കുന്നുമുണ്ട്. 2026 മൂന്നാം ലോക മഹായുദ്ധം പ്രവചിച്ചുകൊണ്ട് അവർ പറഞ്ഞതും ഇത് തന്നെയാണ്. ബൾഗേറിയയിലാണ് ബാബ വാങ്ക ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. 1996 മരിച്ചെങ്കിലും വാങ്കയുടെയും പേര് അവരുടെ പ്രവചനങ്ങളുടെ പേരിൽ വാർത്തകൾ നിറഞ്ഞിൽക്കാറുണ്ട്. ലാഡ് ബൈബിളിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിലെ 9:11 ആക്രമണങ്ങളും 2022 ബ്രിട്ടനിലെ വിനാശകരമായിട്ടുള്ള വെള്ളപ്പൊക്കവും അവർ കൃത്യമായി പ്രവചിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് വാങ്കയുടെ ഏറ്റവും സെൻസേഷണൽ പ്രവചനങ്ങളിൽ ഒന്ന്. 2026 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്ന് അവർ പ്രവചിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആഗോള ശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്നും ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അവരുടെ പ്രവചനത്തിൽ പറയുന്നു. 2026 റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകും. മൂന്നാം ലോക മഹായുദ്ധം ഇവിടുന്ന് ആരംഭിക്കും എന്നും പ്രവചിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് വാങ്കേലിയ പണ്ടേവ ദിമിട്രോവ എന്നാണ്. 1911 ഇന്നത്തെ വടക്കൻ മാസിഡോണിയയിലാണ് അവർ ജനിച്ചത്. 12-ാം വയസ്സിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് അവർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഭാവി കാണാനുള്ള ശക്തി അവർക്ക് നൽകിയെന്ന് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നു. 84-ാം വയസ്സിൽ മരിച്ചു. 30 വയസ്സായപ്പോഴേക്കും ബാബ വാങ്ക തന്റെ പ്രവചനങ്ങൾക്കും രോഗശാന്തികൾക്കും പേരുകേട്ടവളായി മാറിയിരുന്നു. സാധാരണക്കാർ മാത്രമല്ല, ബൾഗേറിയയിലെ രാജാവ് ബോറിസ് മൂന്നാമൻ, സോവിയറ്റ് നേതാവ് ലിയോണിഡ് ബ്രഷ്നെവ് തുടങ്ങിയ പ്രമുഖരും അവരുടെ ഉപദേശം തേടിയിരുന്നു. 1996 84-ാം വയസ്സിൽ അവർ മരിച്ചു. ബൾഗേറിയയിലെ പെട്രിച്ചൻ അവർ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, വരാൻ പോകുന്ന നാളുകളിൽ മറ്റ് മാരക രോഗങ്ങൾ കൂടി പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രവചനവും വരുന്നുണ്ട്. അതായത് അകാല വാർദ്ധക്യം സംഭവിക്കുമെന്നടക്കമുള്ള ചില വാർത്തകളും ഒക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എങ്ങനെയാണ് ഇവരുടെ പ്രവചനം ഫലിക്കുക എന്നുള്ളത്.